ഹായ് ഹലോ എല്ലാവർക്കും ജയൻ വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും വലിയൊരു നന്ദിയാണ് കേട്ടോ പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങളെ സപ്പോർട്ട്, നിങ്ങൾ അയച്ച മെസ്സേജുകൾ, കമൻറ്റുകൾ, എന്താ പറയുക, അത്രയും നന്ദി, അത്രയും സന്തോഷം ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ചാനലിന്, അതായത് ജിലുനുവ ടോക്സിന് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആ ചാനൽ പോയത് എന്നൊക്കെ ഞാൻ ഇനിയൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും വിശദീകരണവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള ആളാണെങ്കിൽ, അല്ലെ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടത്. യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം എന്ന രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ എല്ലാ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകളൊക്കെ തുടക്കത്തിൽ എന്താ ചെയ്യുക, അവരെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 1000 സബ്സ്ക്രൈബേഴ്സിനെയും 4000 വാച്ച് അവറും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4000 വാച്ച് അവർ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ നല്ല കണ്ടന്റ്, നല്ല വീഡിയോസ് ഇടുക, അതിലൂടെ തന്നെ വ്യൂസ് കയറി വേണം ഈ 4000 മണിക്കൂറിലെത്താൻ. പക്ഷെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ഗ്രൂപ്പിലായാലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലായാലും നമുക്ക് അറിയുന്നവരായാലും അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് നമ്മൾ ആദ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങിയാൽ ആ വീഡിയോ കണ്ട് ആ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാർ നമ്മളെ കൂടെ കൂടും. അതാണ് യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും തുടക്കത്തിൽ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ എണ്ണി പുറത്തുനിന്നായാലും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നായാലും കല്യാണത്തിന് പോകുമ്പോഴായാലും ഒരു ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചധികം വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു വീഡിയോ ഒന്ന് വൈറലായി കഴിഞ്ഞപ്പോഴാണ് അതിലൂടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടി. ആ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിലും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണുക ആദ്യം. അപ്പോൾ അങ്ങനെ ആ വീഡിയോ വൈറലായി കുറച്ചധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയപ്പോഴാണ് ഇതെന്നെ കൊണ്ട് പറ്റും, നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ട് ഇടാൻ തുടങ്ങി. കാരണം ഷോർട്ട് വീഡിയോസ് ആണ് വൈറലാകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഷോർട്ട് വീഡിയോസ് കൂടെ തന്നെ നമ്മൾ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം തുടങ്ങി. നമ്മൾ യൂട്യൂബ് ചാനൽ ഇഷ്ടത്തോടെ ചെയ്യാണ്, ഇതൊരു പാഷനാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെ ആത്യന്തികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ, ഫാമിലി ഫങ്ഷൻസ് ആയാലും അല്ലാത്തതായാലും നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയാലും, എൻ്റെ ജിലുനുവ ടോക്സ് ചാനൽ കണ്ടവർക്കറിയാം ഫാമിലി കണ്ടന്റ് ആണ്, പിന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതായത് നമ്മൾ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, കല്യാണം ആയിക്കോട്ടെ, എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും ഞാൻ ആ വീഡിയോസ് ഒക്കെ യൂട്യൂബിലിടും. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന 11,300 ചില്ലറ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയത്. അതിന്റെ പുറമെ ഞാൻ അത്യാവശ്യം ഡെയിലി വ്ലോഗ് പോലെയുള്ള ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനും കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, എങ്ങനെയാണ് ആ ചാനൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ചാനലിന് പണി കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചാനലിന് പണി വരിക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, തുടക്കക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ കേട്ട് പരിചയമുള്ള കാര്യമാണ് യൂട്യൂബിന്റെ ടേംസ് ആൻഡ് പോളിസീസ്. യൂട്യൂബിന് കുറേ പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അനുസരിച്ച് വീഡിയോസ് ചെയ്താൽ മാത്രമേ നമ്മളെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ് കോപ്പിറൈറ്റ് ക്ലെയിം, സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ക്ലെയിം വരിക, എങ്ങനെയാണ് സ്ട്രൈക്ക് വരിക എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം യൂസ്ഡ് കണ്ടന്റിന് സ്ട്രൈക്ക് വരാം, ചില മ്യൂസിക്കുകൾ, പിന്നെ വൾഗർ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ, അങ്ങനെ കുറെ യൂട്യൂബിന് കുറെ പോളിസീസ് ഉണ്ട്. അതൊന്നും വയലേറ്റ് ചെയ്യാതെ വേണം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ. അപ്പൊ ഞാനതൊന്നും വയലേറ്റ് ചെയ്തുകൊണ്ടല്ല കേട്ടോ എൻ്റെ ചാനൽ പോയത്. എൻ്റെ ചാനൽ പോയത് എങ്ങനെയാന്ന് വെച്ചാൽ
നമ്മൾ ഇപ്പോൾ ഫാമിലി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ ഫങ്ഷൻസ്, അങ്ങനെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ എഡിറ്റഡ് വീഡിയോസ് ഉണ്ട്. അതായത് നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ എഡിറ്റ് ചെയ്ത റീൽസ് ആക്കിയതും സ്റ്റാറ്റസ് ഇടാൻ പറ്റിയൊക്കെ വീഡിയോസ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കുറച്ചെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും അടുത്ത ഫാമിലി ഫംഗ്ഷന്റെ ഒരു 1-2 വീഡിയോ, അല്ലാതെ പുറമക്കാരതോ മറ്റൊരാളുടെ വീഡിയോ അല്ല, നമ്മളെ ഏറ്റവും അടുത്ത ഫാമിലീൻ്റെ വീഡിയോ. അങ്ങനെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വീഡിയോസ് ഇതേ ഫാമിലിയിലുള്ള വേറൊരാൾ, ആളെ പേര് ഞാൻ പറയുന്നില്ല, ആളുമായിട്ടുള്ള ബന്ധം ഞാൻ പറയുന്നില്ല, കാരണം എനിക്കത് പറയാൻ താല്പര്യമില്ല. ആ ആളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു, അതിപ്പം നിലവിലില്ല. അപ്പൊ ആ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഒരു കാര്യം മാത്രം പറയാം, എപ്പോഴും പെണ്ണിന്റെ ശത്രു പെണ്ണാണ് എന്നാണല്ലോ പറയാ. അപ്പൊ ഒരു ലേഡിയാണ് ചെയ്തത്. അപ്പോൾ ആ വ്യക്തിയും ഇതേപോലെ എഡിറ്റ് ചെയ്ത് വന്ന വീഡിയോസ് സ്റ്റാറ്റസ് ഇടാൻ വരുന്നതും റീൽസ് ആയിട്ട് വരുന്നതും ഉള്ള വീഡിയോസ് ആ വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ആ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വീഡിയോ ഇട്ടത്. ഇട്ടുപോയി, തുടക്കത്തിലൊന്നും പ്രശ്നമില്ല, കുറെ കാലങ്ങൾ 2 വർഷത്തോളം അതങ്ങനെ പോയി. അപ്പൊ ഇപ്പോ ആ വ്യക്തിയായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നതിന്റെ പേരിൽ, ഞാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അല്ല, ആ വ്യക്തി വേറൊരു വ്യക്തിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, എന്നാ പിന്നെ ഫാമിലി മൊത്തത്തിൽ ഒന്നങ്ങോട്ട് വിഷമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ സ്ട്രൈക്ക് കൊടുത്തു. അതായത് ആ വ്യക്തിയും ഞാനും ഇട്ട നമ്മുടെ സ്വന്തം ഫാമിലി ഫങ്ഷൻസിന്റെ വീഡിയോസ് സ്ട്രൈക്ക് കൊടുത്തു. യൂട്യൂബിൽ സെയിം കണ്ടന്റ് ആണ്, അല്ലെ യൂസ്ഡ് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് കൊടുത്തു. അപ്പൊ നിങ്ങൾക്കറിയാം, 1 വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ വരെ 30 ദിവസത്തിനുള്ളിൽ സ്ട്രൈക്ക് വന്നാൽ നമ്മളെ ചാനല് യൂട്യൂബ് ഒന്ന് സസ്പെൻഷനിൽ വെക്കും. അപ്പോൾ ഇത് 3 വീഡിയോ അല്ല, 4 വീഡിയോ അല്ല, 5 വീഡിയോ അല്ല, അങ്ങനെ സെയിം ആയിട്ടിട്ട ഒരു 4-5 വീഡിയോയിലധികം വീഡിയോസിന് സ്ട്രൈക്ക് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും യൂട്യൂബിന് അതിന്റെ പോളിസിയാണല്ലോ പ്രധാനം. സ്വാഭാവികമായിട്ടും കൂടുതൽ വീഡിയോസിന് ഇങ്ങനെ സ്ട്രൈക്ക് വരാൻ തുടങ്ങിയപ്പോൾ യൂട്യൂബ് എന്റെ ചാനൽ റിമൂവ് ചെയ്യാണ് ഉണ്ടായത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു വ്യക്തിനെ തന്നെ ഞാനിങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ ആ വ്യക്തിയാണ് ചെയ്തതെന്ന് എനിക്ക് എങ്ങനെയാ അറിയാന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ട് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് മെയിൽ വരും. ആളുടെ പേരും ആളുടെ ചാനലിന്റെ പേരും വെച്ചിട്ട് നമുക്ക് മെയിൽ വരും. ആ മെയിലിലൂടെയാണ് ഇങ്ങനെ ഒരാളാണ് ഈ ഒരു ചതി ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരുപാട് പുതിയ 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 യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാണ്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അതായത് ഏത് സ്റ്റാറ്റസ് കിട്ടിയാലും റീൽസ് കിട്ടിയാലും ഒക്കെ എങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് എങ്ങനെയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണം, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എവിടെ നിന്ന് വീഡിയോ കിട്ടിയാലും ഇങ്ങനെ ചറ ഇടും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഓൺ കണ്ടന്റ് മാത്രം വീഡിയോ ആയിട്ട് ഇടുക. അതായത് നിങ്ങളെ ഫോണിൽ ഷൂട്ട് ചെയ്ത നിങ്ങളെ വോയിസ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ വീഡിയോയിൽ കൊടുക്കുന്ന തരത്തിൽ ഉള്ള വീഡിയോസ് മാത്രം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനാർക്കും ക്ലെയിം കൊടുക്കാനോ സ്ട്രൈക്ക് കൊടുക്കാനോ ഒന്നും പറ്റൂല. അഥവാ കൊടുത്താൽ തന്നെ അത് നമ്മൾ ഓൺ കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പീൽ കൊടുത്തത് തിരിച്ചെടുക്കാനും പറ്റും. എൻ്റെ കേസിൽ എനിക്ക് അപ്പീൽ കൊടുക്കാനോ തിരിച്ചെടുക്കാനോ പറ്റാത്തത് അത് എൻ്റെ ഓൺ കണ്ടന്റ് അല്ല. അതായത് ഞാൻ സ്വന്തം കുടുംബത്തിലെ വീഡിയോ ആണ് ഇട്ടത്, ആരാന്റെ വീഡിയോ മോഷ്ടിച്ചിട്ടതല്ല. എന്നാൽ കൂടി അതെന്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചതി അവർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എനിക്ക് പറ്റിയൊരു ചതി, അതിനി ചതി എന്നല്ല, എനിക്ക് പറ്റിയൊരു തെറ്റ് എന്ന് തന്നെ വേണേ പറയാം. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എത്ര അടുത്ത ആളുകളാണെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ഞാൻ ശ്രദ്ധിക്കാത്ത എൻ്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻസ് ഞാൻ കണ്ടു. നല്ല നല്ല കമൻറ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടു. അതിനുശേഷം എൻ്റെ പേഴ്സണൽ ഫോണിൽ കുറേ ആളുകൾ വിളിച്ചിട്ട് എന്താ പറ്റിയത്, എന്താ ആയത്, ആരാ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആളെ പേര് ഇപ്പോഴും ആരോടും പറഞ്ഞിട്ടുമില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല.
പക്ഷെ ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ തോറ്റു കൊടുത്തിട്ടില്ല, ഞാൻ ഇനിയും മുന്നോട്ട് പോകുന്ന തന്നെയാണ് എനിക്ക് ആ വ്യക്തിയോടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവുക. നല്ല നല്ല ലൈഫ് സ്റ്റൈൽ വ്ളോഗും കണ്ടന്റുകളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.